അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് ഇവിടെ റാഹത്ത് തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ എന്നും പറയണ മായി തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മളിതാ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയ പാടനെ ഞാൻ കൈപ്പൊക്കെ നുറുക്കായിരിക്കണമല്ലോ. അപ്പോൾ ഏതായാലും ശാലും മോനും വന്നിട്ടുണ്ട്. അപ്പോൾ ഓൻ്റെ അടുത്ത് പോയിരുന്നു കണ്ട് കൈപ്പൊക്കെ നുറുക്കും ചെയ്യാം. ഓലോട് ഇങ്ങനെ വർത്താനം പറയും ചെയ്യാലോ. നമുക്ക് രാവിലെയൊക്കെ ഒരാൾ വർത്താനം പറയണ്ടെങ്കിൽ ഒരു സമാധാനമാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വന്നുങ്ങാണ്ട് ഞാനിതാ ലേസം മാവുണ്ട്, ഇന്നലത്തെ ദോശയുടെ മാവാണ് കേട്ടോ. അപ്പോൾ ഓൾക്ക് രണ്ടാൾക്കും ഇത് ചുട്ട് കൊടുക്കുകയും ചെയ്യാം. എനിക്കൊരു കഷ്ണം പുട്ടും ചുടാലോചിച്ചിട്ടാണ്. കൈപ്പൊക്കെ ഒന്നുണ്ട് അടുപ്പത്ത് വെക്കട്ടെ. ലേസം വെള്ളം പാർന്ന് ഉപ്പും മുളകൊക്കെ ഇട്ടുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ച് ഊറ്റാണ് കേട്ടോ. എന്നാൽ ചെറിയൊരു കൈപ്പൊക്കെ ഒന്ന് പോവുകയും ചെയ്തോളും. പിന്നെ ഹാഫ് വേവിൽ നമ്മൾ നല്ല വെള്ളം വാർന്നിട്ടുണ്ടല്ലോ, ഉള്ളി തൂമിച്ചുങ്ങാണ്ട് അതിൽ കുറച്ച് നേരം നമ്മളെ കൈപ്പൊക്കെ കിടക്കണം. എന്നാൽ ഒരു കൈപ്പൊക്കെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് തിരുമ്പാൻ കുറച്ചുണ്ട്. അപ്പം മഴ എങ്ങനെ പെയ്തുങ്ങാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ലേസം സോപ്പും പൊടിയിലൊക്കെ ഇട്ട് വന്നിരുന്നു. അപ്പം മഴ വല്ലാതെ കൊണ്ടാലും നമ്മളെ സോപ്പും പൊടിയുടെ വെള്ളമൊക്കെ ഒന്നും ഇങ്ങോട്ട് ഇതായി കിട്ടും. അപ്പം അതൊന്നും മയത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുക്കളയിൽ തന്നെ വന്നിട്ട് എന്ത് ചെയ്തു വെച്ചിട്ടാ ലേസം തണുത്ത ചോറുണ്ട്. ഇപ്പം എന്താണെന്നറിയില്ല, ചോറ് എന്നും ലേസിച്ച വാക്കിയാണ് കേട്ടോ. തൊടുവൊക്കെ ഇടാനായിട്ട് മനസ്സുറക്കില്ല. പിന്നെ നമ്മളിതൊക്കെ കളഞ്ഞ ഒരു ദിവസം നമ്മളിതിന് ഖേദിക്കേണ്ടി വരും. അപ്പം ഇന്ന് എന്തായാലും വേണ്ടില്ല, മീൻകറി വെക്കണില്ല. 2-3 ദിവസമായി മീൻകറി അടുപ്പിച്ച് കൂട്ടണു. കറി വെക്കാൻ അയില കിട്ടിയിട്ടുണ്ട്, നല്ല നാടൻ അയില. ഞാൻ എന്ത് കരുതിച്ചിട്ട് അത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോന്നാണ് പൊരിച്ച. പിന്നെ നല്ല ചീരൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വാടി കൊലച്ചിക്കണ്. ഇന്നലെ കിട്ടിയ ചീരൻ്റെ ഇലയാണ്. അത് എങ്ങനെയായാലും നുറുക്കി ലേശം നേരം വെള്ളത്തിലിട്ടാൽ ശരിയാവും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഏതായാലും നമ്മളെ കൈപ്പൊക്കെ ഏകദേശം വേവായിട്ടുണ്ട്. ഹാഫ് വേവിലാണല്ലോ നമ്മളത് ഊറ്റിയെടുക്കേണ്ടത്. അപ്പം അതിക്കില്ല ഉള്ളി റെഡിയാക്കി. അപ്പം എനിക്ക് തോന്നി നമുക്ക് ഭയങ്കര ഉഷാറ് കമ്മിട്ടോ. രാവിലെ എന്നും ചായ കുടിച്ചവർക്ക് ഒരു ദിവസം ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു മാതിരി ഉണ്ടാവില്ലേ. അപ്പം എനിക്ക് തോന്നി ഞാനും ഫ്രഷ് കുടിക്കട്ടെ. അപ്പോൾ ഏതായാലും ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അതിന് ലേസം അങ്ങോട്ട് മുക്കി വെച്ചിട്ട് ബാക്കി ലേയിൽ വറ്റിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഒന്നും പാടെ കാണിച്ചു. ഈ വേവിലാണ് നമ്മൾ കൈപ്പൊക്കെ ഊറ്റിയെടുക്കണത്. പിന്നെ ഇതുണ്ടല്ലോ, ആ ഉള്ളിയൊക്കെ തൂമിച്ചിട്ട് കുറച്ച് നേരം എണ്ണയിൽ കടന്നിങ്ങോട്ട് മൂത്താലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിക്കും ലേസം വെളുത്തുള്ളിയുടെ ഒക്കെ ആവശ്യമുണ്ട്. വെളുത്തുള്ളി ഞാൻ മീൻ പൊരിച്ചുമ്പോൾ കുരുമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ വലിയ ജീരകമൊക്കെ കുറച്ച് തോനെ അങ്ങോട്ട് അരച്ച് വെക്കാലോ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇത് വാങ്ങിയിട്ട് എന്ത് വെച്ചാൽ ചട്ടി ഒന്ന് മാറ്റി കൊടുക്കട്ടോ. അങ്ങനെ കൈപ്പൊക്കെ ഒരു ഓട്ടക്കൊട്ടയൊക്കെ അവിടെ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. കൈപ്പൊക്കെ തൂമിച്ചാൽ വേണ്ടിങ്ങാണ്ട് അതാ ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തൂമിച്ചുമ്പോൾ കുറച്ച് തോനെ ഉള്ളിയൊക്കെ ഇടുന്നത് നല്ല രസമാണല്ലോ. എന്നിട്ട് ഞാനത് അടുപ്പത്ത് വെച്ചുങ്ങാണ്ട് നമ്മൾ പരിപ്പും തക്കാളിയൊക്കെ റെഡിയാക്കട്ടെ. ഞാൻ ഇതിൽ 2 പച്ചമുളകും പരിപ്പും തക്കാളിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുക്കർ അടുപ്പത്ത് വെക്കാൻ ചെന്നപ്പോഴാണ് തീ കുറച്ചിട്ടില്ല, ഉള്ളി കരിഞ്ഞ മാതിരി അയക്കണം കേട്ടോ. നമ്മളൊരു ചെറിയൊരു ശ്രദ്ധ കമ്മി കാരണം എന്നാൽ ഇതിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടായിരുന്നിട്ടാണ് ഈ പണി വന്നത്. എന്നാലും വേണ്ടില്ല, വല്ലാതെ കരിഞ്ഞിട്ടൊന്നുമില്ല. കൈപ്പൊക്കെ അയക്കിട്ടിട്ട് തീയൊന്നും അങ്ങോട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കടന്ന് കുറച്ച് നേരം ഇങ്ങനെ ശരിയായി കിട്ടട്ടെ. കൈപ്പൊക്കൊക്കെ കുറേ നേരം അടുപ്പത്ത് വെച്ചാൽ ടേസ്റ്റ് ഇങ്ങനെ കൂടുതലാവുകയേ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മളെ പ്രധാനപ്പെട്ട ചക്കക്കുരു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. കാരണം എപ്പോഴും കിട്ടുമ്പോൾ നമുക്ക് ഇത്ര രസം തോന്നൂല. എപ്പോഴേലൊക്കെ ചക്കക്കുരു കിട്ടുമ്പോൾ ഒരു പ്രത്യേക രസമായി. കാരണം അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ചക്കയുടെ കാലത്ത് ലേശം ചക്കക്കുരൊക്കെ നല്ല പൊട്ടാത്തത് നോക്കിയിട്ട് കഴുകിങ്ങാണ്ട് ഒന്നിങ്ങനെ കാറ്റത്തിടുക, വെയിലത്തിടരുത് കേട്ടോ. എന്നിട്ട് നല്ല വെള്ളമൊക്കെ ഒപ്പിങ്ങാണ്ട് കാറ്റത്ത് 1 ദിവസമോ 2 ദിവസമോ കടന്നോട്ടെ. എന്നിട്ട് നല്ല ഭദ്രമായിങ്ങാണ്ട് ഒരളക്കിലാണ്ട് അടച്ചു വെച്ചാൽ മതി. എന്നാൽ നമുക്ക് ഇല്ലാത്ത കാലത്തും ഇങ്ങനെ മുരിങ്ങൻ്റെലും ചക്കക്കുരും കൈപ്പക്കയും ചക്കക്കുരൊക്കെ വെക്കാലോ. ഞാൻ തോനൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ലേസം ചക്കക്കുരു എടുത്തിട്ടുള്ളൂ. ഒക്കെപ്പാടെടുത്താൽ കയ്യൂല വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലിടക്ക് നമ്മളെ പരിപ്പ് ഇതാ 2 വിസിൽ വന്ന് കുക്കർ ഓഫാക്കി അതിക്ക് ലേസം മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടുകൊടുത്തു. ലേസം വെള്ളമൊക്കെ പാർന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ ചോറിൻ്റെ വെള്ളം അതാ തിളക്കാനായിട്ടുണ്ട്. നല്ലോണം തിളക്കുമ്പത്തിന് അരി കഴുകി കൊണ്ടിട്ട് വെച്ചിട്ടാണ്. വല്ലാതെ തിളക്കാനൊന്നും നിന്നില്ല, ഞാൻ അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചിട്ട് വെള്ളം നല്ല ചൂടായിക്കണു. അപ്പം പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ കൈപ്പൊക്കെ ഒന്നും ഇങ്ങോട്ട് മാങ്ങി വെച്ച് കൊടുത്തിട്ട് ഇതാ പരിപ്പ് ഒന്നും പാടെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻകറി ഞങ്ങളോട് പറഞ്ഞില്ല, എനിക്ക് പുട്ടിക്ക് മീൻകറി മതി. ഞാൻ ചുടുമൊന്നുമില്ല. പിന്നെ എന്താന്നാവുന്ന വല്ലാത്തൊരു വിശപ്പ് തോന്നുന്നുണ്ട്. രാത്രിയിൽ 2-3 ദോശ തിന്നണതല്ലേ. അങ്ങനെ ഞാൻ പരിപ്പും കറി ഒന്ന് തൂമിക്കാൻ വേണ്ടിങ്ങാണ്ട് കടുക് ഇട്ട് കൊടുത്തു, വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലവർ കടു മാത്രമേ പൊട്ടിക്കുള്ളൂ, ചിലവർ തൂമിക്കട്ടർ ചെയ്യുക. അപ്പം ഞാൻ രണ്ടും ചെയ്യാൻ വേണ്ടി കണ്ടാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അപ്പോഴും ഇതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ. എന്നാലും മീൻ കറിയിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് വിട്ട് നിൽക്കുകയാണ്. ഇനി നാളെ ഇൻഷാല്ല ചിലപ്പോൾ മീൻ തന്നെ ഈ കാരം കിട്ടുക. പരിപ്പും തക്കാളിയൊക്കെ വെച്ച ലേസം നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഇതാ കുട്ടികൾക്ക് നല്ല ചോറ് തിന്നാൻ പോവുമല്ലോ. നമ്മളെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്, ഷാലോനും മോനൂനും. അങ്ങനെ ഞാൻ ചൂടോടുക്കനെ ഷാലോനും മോനൂനും ഇത് ഉണ്ടാക്കി കൊടുക്കുക അപ്പം. അങ്ങനെ അതിലിടക്ക് അപ്പം അവിടെ കടന്ന് വേവട്ടെ, തീ കുറക്കണുണ്ട്. കുക്കർ ഒന്ന് അങ്ങോട്ട് കെഗ്ഗി കൊടുന്നിട്ട് ആ കുക്കറിൽ തന്നെ ചക്കക്കുരും 2 പച്ചമുളകും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീരൻ്റെ തോനൊന്നുമില്ല. ഇന്ന് എങ്ങനെ ആയാലും കുട്ടികൾക്കും എനിക്കും ചിലപ്പം ചീരൻ്റെ ഈ കാരട്ട് ഇഷ്ടപ്പെടുക. പരിപ്പും തക്കാളിയും ചിലപ്പോൾ നാളേക്കൊക്കെ ഇരിക്കൂട്ടോ. എന്നാലും ലേസം കളയാതിരിക്കുക, അതാണല്ലോ വേണ്ടത്. അങ്ങനെ ഒരു 2-3 വിസിൽ വന്നോട്ടെ. പിന്നെ ഇങ്ങനെ പാത്ത ചക്കക്കുരുവിന് എന്താ പ്രധാന വെച്ചിട്ടാ തോല് കളയാൻ നല്ല സുഖമാണ്. എളുപ്പം തോല് ഇങ്ങോട്ട് പോരുന്നതാണ്. കട്ടി കുറഞ്ഞ മാതിരി എനിക്ക് തോന്നി. പിന്നെ ഞാൻ കുറച്ച് മസാല ഉണ്ടാക്കണുണ്ട്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും വലിയ ജീരകവും പച്ചമുളകും വേപ്പിൻ്റെ ഇല ഇട്ടുങ്ങാണ്ട് കുറച്ച് തോനെ മസാല ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് അളക്കിലാക്കി വെക്കാലോ വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ മസാല ഉണ്ടാക്കി വെക്കുമ്പോൾ എന്ത് ചെയ്യുക, ലേസം സുർക്ക് ഒറ്റിച്ച് കൊടുക്കുക. എന്നാൽ സുർക്ക് ഒറ്റിച്ചിട്ട് അരച്ച് അളക്കിലിട്ടാച്ചാൽ കേടേരില്ല. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ലേസം സുർക്ക് ഒറ്റിച്ചാൽ. മീനിൽ ചിലവിലൊക്കെ സുർക്ക പാരുമല്ല, അപ്പം അതിന് വേണ്ടി കണ്ട് ഇങ്ങനെ ചെയ്യണത്. അപ്പം ഇതിന് ചോറ് ഞാൻ വാർക്കാൻ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് 2 വിസിൽ വന്നപ്പത്തിന് നല്ല വെന്തുടഞ്ഞ ചക്കക്കുരു ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇനി ചക്കക്കാലം വരുമ്പോഴെങ്കിലും ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കലും നാസാക്കി കളയരുത്. പിന്നെ നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ചക്കക്കുരു. ചക്കക്കുരു ചിലവർക്കൊന്നും ഇഷ്ടമില്ല, ഇവിടെ തന്നെ ചിലവർക്ക് ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ചക്കക്കുരും കൈപ്പക്കൊക്കെ വെച്ചാൽ. അപ്പം ചോറ് വാർക്കാൻ വെച്ചിരിക്കുമ്പോൾ ഞാൻ ഇന്നൊരു കൊട്ടക്കൈയിൽ ഊറ്റിയിട്ടുണ്ട്. നമ്മളെ മോനൂനും ഒന്നും ഇങ്ങോട്ട് സെറ്റ് ആക്കട്ടെ. അവനക്ക് കൈപ്പക്കപ്പേരും അതുപോലെ തന്നെ അച്ചാറും കൊടുത്തയക്കണം വെച്ചിട്ടാണ് കേട്ടോ. നല്ല ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരി കണ്ടറിഞ്ഞാക്കി കൊടുക്കുന്നുണ്ട്. നല്ല രസമല്ലേ സ്കൂളിൽ ചെന്നിട്ടൊക്കെ എല്ലാവരും പാടെ കൂടി വട്ടളഞ്ഞിട്ട് ചോറുന്നലുണ്ടല്ലോ. ഓല കൂട്ടാത്തുനിന്ന് ഇങ്ങോട്ട് വാരുക, നമ്മളെ കൂട്ടാത്തുനിന്ന് ഓല് വാരുക. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അങ്ങനെയാണല്ലോ നമ്മളെ സ്കൂളിൽ പഠിച്ച ജീവിതം ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ. അപ്പം അതങ്ങനെ ശരിയായിട്ടുണ്ട്. അപ്പം ഞാനിനി ചീരൻ്റെലും ചക്കക്കൂരൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതൊന്ന് തൂമിക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മോനും ഇതാ പോകണുണ്ട്. മോനും 7:15 പെരേന്ന് ഇറങ്ങണത്. അപ്പത്തിന് എൻ്റെ പരിപാടി ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് നേരം എനിക്ക് വെറുതെ ഇരിക്കാൻ കിട്ടലുണ്ട് കേട്ടോ. അങ്ങനെ അതായി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് അയില കേട്ടോ, ഇത്ര അയിലേ ഉള്ളൂ. ഇത് കറി വെച്ചാൽ ഞമ്മക്ക് പൊരിക്കാണ്ടാവില്ല. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി, ശാലൂനും മോനൂനും ഞങ്ങൾക്കും എല്ലാവർക്കും മീൻ ഇങ്ങനെ ഒറ്റൊന്നായി പൊരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഹോട്ടലിൽ പോയിട്ടൊക്കെ ഇങ്ങനത്തെ ഒരു മീൻ തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഞമ്മക്കും അതുപോലെ തന്നെ മസാല നേരത്തെ കാലത്താണ് കൂട്ടി വെക്കുക. ഞാൻ ഈ മസാല ഇപ്പോൾ കൂട്ടി വെക്കണുള്ളൂ, തിന്നണ നേരത്താട്ടോ പൊരിക്കുള്ളൂ. അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. 8 മണി ആയപ്പോഴത്തേനും നമ്മൾ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, ചക്കക്കുരും ചീരയും കറി വെച്ചിട്ടുണ്ട്, പരിപ്പും തക്കാളിയും വെച്ചിട്ടുണ്ട്, ചോറ് വെന്തിട്ടുണ്ട്, കൈപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. മീൻ എങ്ങനെയാലും ഞാൻ പൊരിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഫ്രീ ആവണമെങ്കിൽ നമ്മളൊന്ന് നേരത്തെ നീക്കുക കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ അത് നമ്മൾ പുട്ട് ചുടണു. എനിക്കാത്ര ഒരു കഷ്ണം പുട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് മോറാൻ വന്നു. ഇനി സമാധാനത്തിലിരിക്കാമല്ലോ. അപ്പം എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. തിരുമ്പാൻ നിൽക്കുമ്പോഴത്തേന് ഇതും പാടെ കഴിച്ചട്ടെ, ഏതായാലും തുടക്കാണ്ടല്ലോ. അപ്പം ഒരു 20 മിനിറ്റിൻ്റെ സമയം. അപ്പം ഞാനിതാ ശർക്കര ചിരണ്ടി ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ പഞ്ചസാര ഇട്ടു, 2 സ്പൂൺ ചായപ്പൊടി ഇട്ടു, 2 സ്പൂൺ ചെറിയ ജീരകമൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം കൈകൊണ്ട് കുഴച്ചുങ്ങാണ്ട് ഇതാ പാത്രത്തിൽ പരത്തി വെച്ചൊരു പാത്രം വെച്ചു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നില്ലേ. ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് എനിക്ക് ഇനി ഒരു 20 മിനിറ്റത്തെ പണി ചെയ്യുമ്പോഴത്തേനും നമുക്കിത് വന്നിട്ട് ഇവിടെ സെറ്റ് ആവും ചെയ്തോളും. നമ്മൾ ആ പണി കഴിയുകയും ചെയ്തോളും കേട്ടോ. ഇതൊക്കെ ഒരു തുച്ചിര പണിയാണ്. ഞാനൊരു മാസത്തിൽ 2 ദിവസം ഇതുപോലെ മൈലാഞ്ചി ഇടാനൊക്കെ ഇരിക്കലുണ്ട്. അപ്പം എനിക്ക് എൻ്റെ കയ്യമത്തെ മൈലാഞ്ചിയൊക്കെ പോയപ്പോൾ ഭയങ്കര ഒരു സങ്കടം കേട്ടോ. നമുക്ക് എന്താ മൈലാഞ്ചി ഇട്ടൂടെ, ഏതായാലും ഫ്രീ ആയിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു പാത്രം ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട് ഈ മൈലാഞ്ചി ഉണ്ടാക്കുക. അങ്ങനെ ഞാനിത് തുറന്ന് നോക്കി, ചൂടൊക്കെ ആറ് തീയൊക്കെ ഓഫാക്കിയെന്നു കേട്ടോ. എന്നാലും ഇതിൻ്റെ പുകച്ചിൽ നിന്നിട്ടില്ല. അപ്പം ഇത്രയും വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് എന്താട്ടി അതിൻ്റെ മേലെ ആവിക്ക് വെച്ചിരുന്ന പാത്രത്തിൽ കറക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ അടിയിൽ പിടിച്ചിരുന്നതൊക്കെ ഒന്ന് പോവുകയും ചെയ്തോളൂ. ഇതൊന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ തൊട്ടപ്പോൾ ചൂടൊന്നും ആറിയിട്ടില്ല. അപ്പം ഞാൻ എടുത്തൊരു പാത്രത്തേക്ക് വെച്ചു. ഞാൻ എന്ത് ചെയ്തു, മീൻകറി ഒഴിച്ചിട്ടൊന്ന് പുട്ട് കുഴക്കട്ടെ. അത് കുടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ
ഇതാ നമ്മൾ ആ ശർക്കര വെള്ളം എന്തൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏത് സമയത്ത് വേണമെങ്കിലും ഇടാം. നഖം ഇങ്ങനെ വെളുത്ത് കാണുമ്പോൾ ഒരു ഇടങ്ങാറാണ് കേട്ടോ. കണ്ടിലിൻ്റെ നഖത്തുമ്പോൾ മൈലാഞ്ചിയൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും മാസത്തിൽ 2 ദിവസം മൈലാഞ്ചിയൊക്കെ ഇടാൻ മാറ്റി വെക്കലുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കൊലായ്മക്ക് ഇങ്ങനെ മാറാല തട്ടാൻ വന്നതാണ്. അപ്പോൾ ഷാലൂന് ടൈം ടേബിൾ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് പുസ്തകം പൊതിഞ്ഞിട്ടില്ല. 2ാമത്തെ ബാച്ച് പുസ്തകം ഇപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ കിട്ടിയ അന്ന് എന്നോട് പറഞ്ഞുകൊണു പൊതിയണം. അപ്പം ഞാൻ പിന്നെ പൊതിയാന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് തന്നെ വേണമെന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും വേണ്ടില്ല, മെനക്കെട്ട് ഇരുന്നിക്കന്നെ. പിന്നെ സമയം 8:45 എന്താ 10 മണിക്കല്ലേ ഓട്ടോറിക്ഷ വരുള്ളൂ. അപ്പം ഇതിന് പൊതിയൽ കഴിച്ചണം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മാറാല തട്ടണത്. മാറാല എത്ര തട്ടിയാലും ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ രാത്രിയിൽ ഇങ്ങനെ ഖുർആനോത് ഇരുന്നിട്ടുണ്ടല്ലോ, നമ്മളിങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ മാറാല ഇങ്ങനെ തൂങ്ങി കിടക്കണം കേട്ടോ. എവിടെയെങ്കിലും ഒരു മൂലൊക്കെ നമ്മളെ കണ്ണെത്തിയിട്ടുണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും, ആ രാത്രിയിൽ തട്ടാൻ പറ്റൂലല്ലോ. എന്നാലും ഞാൻ രാത്രിയിൽ ഒരു കോലൊക്കെ എടുത്ത് കണ്ട് ആ കണ്ട മാറാല ഇങ്ങോട്ട് എടുക്കൂട്ടോ. എനിക്ക് ചീത്ത കേൾക്കും രാത്രിയിൽ മാറാല തട്ടിയ. എന്നാൽ തന്നെ മാസ്കൊക്കെ മാറാല തട്ടുന്നത്. ശരിക്കും ഇത് ഞായറാഴ്ച മാറാല തട്ടാനായിട്ട് മാറ്റി വെച്ച ദിവസേക്കാരം. അപ്പം ഞായറാഴ്ച എനിക്ക് മാറാല തട്ടാൻ പറ്റാത്തതുകൊണ്ട് തിങ്കളാഴ്ച ഉണ്ടോ നമ്മൾ മാറാല തട്ടിക്കണത്. പിന്നെ മാറാല ഒരുപാട് കൂടിയാലും നമ്മൾ തട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അത് ആഴ്ചയിൽ തട്ടണേന്നൊന്നും തോന്നൂല. ചോരുമയൊക്കെ നിറച്ച് പൊടിയായിരുന്നു. പിന്നെ നമുക്ക് എത്ര ചെറിയ പെരയാണ്, നമ്മളത് വൃത്തി പോലെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എന്നും പുതിയ ഒരു പെരായിട്ട് നമുക്ക് കൊണ്ടടക്കാം. നമുക്ക് എത്ര ചെറുതാണെങ്കിലും നമ്മളെ പെര നമുക്ക് സ്വർഗം തന്നെയാണല്ലോ. നമ്മൾ ഈ പെരയിലിരിക്കണ സുഖമൊന്നും നമുക്ക് എവിടെ ചെന്നാലും കിട്ടൂല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ബാബു വന്നിട്ടുണ്ട് കേട്ടോ. ലോഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മീൻ മുരിക്കനെ പൊരിക്കാനാണ്. അപ്പോൾ ബാബുവിന് വലിയ വേവൊന്നും പറ്റൂല. ഹാഫ് വേവിൽ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തിന്നണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ 2-3 മീൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തല മുറിച്ചിങ്ങാണ്ട് ഞാൻ അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നാളെ കറി വെക്കാലോ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നല്ല നാടൻ അയിലയാണ്. അയിലൊക്കെ ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഏകദേശം എത്തരത്തിനുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ആദ്യം തന്നെ ചെയ്യരുത് കേട്ടോ. ലൈക്ക് നിങ്ങളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യണം, സ്പാമാവും. അപ്പം ഇനി ഷാലും മോനും വന്നിട്ട് ഓൽക്കും പൊരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. നാളെ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ കൊണ്ട് വരുന്നുണ്ട്.